അൻവറിനെ തള്ളി DMK. സഖ്യകക്ഷികളുടെ വിമതരെ പാർട്ടിയിലേക്ക് അടുപ്പിക്കില്ലെന്ന് DMK വക്താവ് TKS ഇളങ്കോവൻ. CPM-മായി നല്ല ബന്ധമെന്ന് വിശദീകരണം. അൻവറിന്റെ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ പ്രഖ്യാപനം വൈകിട്ട്. സ്വർണ്ണക്കടത്തിൽ ആരോപണം കടുപ്പിച്ച് KT ജലീൽ. പിടിക്കപ്പെടുന്നവരിൽ ഭൂരിഭാഗവും മുസ്ലിം സമുദായത്തിലുള്ളവർ. ഹാളിമാർ ബോധവൽക്കരണത്തിന് തയ്യാറാകണം. പാണക്കാട് തങ്ങളോട് ഫത്വ ഇറക്കാൻ ആവശ്യപ്പെട്ടത് ഖാസി എന്ന നിലയിലെന്നും KT ജലീൽ. ADGP MR അജിത് കുമാറിനെതിരെ നടപടിയിൽ തീരുമാനം വൈകുന്നു. DGPയുടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് മുന്നിൽ. ക്ലിഫ് ഹൗസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായും പ്രൈവറ്റ് സെക്രട്ടറിയുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. നടന്നത് സാധാരണ കൂടിക്കാഴ്ചയെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. LD ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്ന് PSC. ചോദ്യപേപ്പറും ഉത്തരസൂചികയും വെബ്സൈറ്റിൽ നൽകിയത് പരീക്ഷയ്ക്ക് ശേഷം. പ്രസിദ്ധീകരിച്ച സമയം തെറ്റായി കാണിച്ചത് ഗൂഗിളിന്റെ സാങ്കേതിക പിഴവെന്ന് വിശദീകരണം. തൃശൂരിലെ ATM കവർച്ചയിൽ പ്രതികളുമായി തെളിവെടുപ്പ് നടത്തി. മോഷണത്തിന് ഉപയോഗിച്ച ഗ്യാസ് കട്ടറും ആയുധങ്ങളും കണ്ടെടുത്തു. ഇന്ന് തെളിവെടുത്തത് തൃശൂർ ഷൊർണൂർ റോഡിലെ ATM-ൽ. പോലഴിയിലും മാപ്രാണത്തും നാളെ തെളിവെടുക്കും. ഇന്ത്യ ബംഗ്ലാദേശ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ഇന്ത്യൻ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യും. മത്സരം രാത്രി 7-ന് ഗ്വാളിയോറിൽ. PV അൻവറിനെ തള്ളി DMK നേതൃത്വം. അൻവറിനെ പാർട്ടിയിലെടുക്കില്ലെന്ന് DMK വക്താവ് TKS ഇളങ്കോവൻ പ്രതികരിച്ചു. CPM-മായിട്ടുള്ളത് നല്ല ബന്ധം. സഖ്യകക്ഷികളുടെ വിമതരെ പാർട്ടിയിലേക്ക്